അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ മുത്തശ്ശിയെ കാണാൻ പോവാണ് കേട്ടോ. എൻ്റെ അച്ഛൻ്റെ അമ്മയെ കാണാൻ പോവാണ്. അപ്പോൾ പോകുന്ന ദിവസത്തെ ഒരു ഫുൾ വ്ളോഗായിരിക്കും കേട്ടോ ഇന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് പോകുന്നതിന് മുമ്പ് ആദ്യം മടത്തിപ്പനാട് അമ്പലത്തിലൊന്ന് കയറി. അപ്പോൾ അവിടെയും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന വഴിയാണ്. അപ്പം അമ്പലത്തിലും തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം ഈ പോകുന്ന വഴി ഞാനൊരു ലൊക്കേഷൻ കാണിക്കാം, ഒരു മൂവി ലൊക്കേഷൻ കാണിക്കാം. പഴയ സിനിമയാണ് കേട്ടോ, ഇപ്പോഴത്തേക്കും സിനിമയിലെ പഴയ സിനിമയാണ് പായ്ക്കര പാപ്പാൻ. അത് കണ്ടിട്ടുണ്ടോ? അപ്പം ആ സിനിമയിലെ ലൊക്കേഷനാണ് വേണ്ടി ഈ കാണുന്ന തേക്കും തോട്ടം കേട്ടോ. ഈ പൊന്നുമോൻ എവിടെ ആയിരുന്നു? ഈ അക്കരെ എവിടെ ആയിരുന്നു? നിന്റെ ചക്കര എവിടെ ആയിരുന്നു? ഈ ചക്കര കുഞ്ഞ് എവിടെ ആയിരുന്നു? ആരായേ? അമ്പലത്തിൽ പൊന്നാന്നോ? ഇത് പൊന്നാന്നോ? ഈ പൊന്നോനെ ഒന്ന് എടുക്കട്ടടാ. എന്റെ പൊന്നോനെ തക്കര മോനെ വളരട്ടോ, തക്കര വളരട്ടോ, തക്കര വളരട്ടോ. തക്കരേ അമ്പൂറ്റിക്കുട്ടൻ എവിടെ ആയിരുന്നു? എത്ര നാളായി കണ്ടിട്ട്? എൻ്റെ ചക്കരെ കണ്ടിട്ട് എത്ര നാളായി? കണ്ടേ അമ്മച്ചി, അമ്മോ വിളിക്കണം കേട്ടോ. അമ്മച്ചേന്ന് വിളിക്കണം. അപ്പൂപ്പ എന്തിയേ? മോൻ്റെ അപ്പൂപ്പ എന്തിയേ? തക്കരെ ഈ തക്കരെ എന്ത് തക്കേ? യാരാപ്പാ യാരാ? രണ്ടും വെള്ളം മോന് പരിചയമുള്ളവരിയ്ക്കുന്നേ. യാരാ? ഈ അമ്മയെടുത്താൽ എൻ്റെ മക്കൾക്ക് വായി, അമ്മയ്ക്ക് വായി. തക്കരേ ചെത്ത് പോയോ മോനെ? പണ്ടായിരുന്നോ? ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടില്ലെന്ന് പറഞ്ഞ. അപ്പോൾ ഇതേ ഞങ്ങൾ കോന്നിമയോടും പീടൊക്കെ ബായി പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് സിന്തോമയും അമ്പുച്ചേച്ചിയും അമ്പൂറ്റമ്മയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ പെട്ടെന്നെങ്കിൽ പോകുന്നു കേട്ടോ. അല്ല മാമി തൊടാൻ പോവാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കത്തേക്ക് കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞ് റെഡിയാക്കുവാണ് അമ്മയും സിന്തോമയും കൂടെ. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയ ഇഷ്ടമല്ല ചക്ക, കാരണം കപ്പയാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. എങ്കിൽ പോലും ഒരു പച്ചച്ചോളം എടുത്ത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം കിട്ടാതിരുന്ന് കിട്ടുമ്പോൾ ഒരു രുചി കൂടുമല്ലോ അതിന്. അപ്പം ദേ അവർ കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ, എല്ലാവരും ഇറങ്ങുവാണ്. കാരണം ഇനിയും മലയാളപ്പുഴയിലൂടെ കയറിയിട്ട് വേണം അപ്പം തിരിച്ചു പോകാൻ. അപ്പം അതുകൊണ്ട് ഒരുപാട് താമസിക്കുന്നതിന് മുമ്പ് അങ്ങ് പോവാണ്. അപ്പം ദേ കാർത്തിയും സിന്തോമയുടെ കൂടെ കാറിൽ കയറി. യാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എവിടെയോ പോവാണ്, എന്നാൽ പോവാമെന്നും പറഞ്ഞുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. അന്നേരം വലിയ കുഴപ്പമൊന്നുമില്ല, വഴക്കൊന്നും ഇല്ലായിരുന്നു. എന്തായാലും പഠിക്കാൻ വരെ പോയിട്ട് അച്ഛനെങ്കിൽ തിരിച്ച് കൊണ്ടുവന്നു കേട്ടോ. അത് കഴിഞ്ഞ് തന്നെ ഞാൻ ആ ചക്കയും മാങ്ങയും അപ്പം ചക്കയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക്
സന്ധ്യാസമയമൊക്കെ ആവാറായി കേട്ടോ. അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു. അപ്പം അച്ഛനൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനങ്ങനെ ചായ കുടിക്കാത്ത ഒരാളാണ് കേട്ടോ. ചായയും കാപ്പിയും ഒന്നും എനിക്കിഷ്ടമല്ല, പക്ഷേ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അച്ഛന് ഞാൻ ഏലക്കയോ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടാണ് കേട്ടോ ഇടുന്നത്. എനിക്കല്ലാതെ തേയില മാത്രം ഇട്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാനങ്ങനെ അച്ഛന് ചായയൊക്കെ കൊണ്ട് കൊടുത്തു. അച്ഛന് ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ചായ. അപ്പം അമ്മയ്ക്കും അങ്ങനെ ചായ വലുതായിട്ട് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അമ്മ ഒരു നേരം വല്ലതും കുടിച്ചാലായി, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പം പിന്നെ അച്ഛന് മാത്രമേ ഉള്ളൂ. അനിയൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്താൻ പൂ പറിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ. അപ്പം ശംഭുവിനെ കണ്ടു. ശംഭു ആണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇവനെ. ഇവൻ പണ്ടാണെങ്കിൽ എനിക്കിങ്ങനെ കൈ തരുകയും ഷെയ്ക്കാൻ തരുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഞാനങ്ങനെ കൊഞ്ചിക്കാത്തതുകൊണ്ടൊക്കെ ആയിരിക്കും പിണക്കമായെന്ന് തോന്നുന്നു. അങ്ങനെ കൈയൊന്നും തരുന്നില്ല, എന്നാലും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കൊളുത്തി. അപ്പം കാർത്തി ഈ വിളക്ക് കൊളുത്താൻ നേരത്ത് നമ്മൾ നിലത്തിരുത്തത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഇരുത്തത്തുള്ളൂ, അല്ലെങ്കിൽ തീ കാണുമ്പോൾ പിടിക്കാൻ പോകും. മൈസൂരിൽ പിന്നെ അല്ലാതെ പൂജാമുറി പോലുള്ളത് കൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഇഴഞ്ഞ് പെട്ടെന്ന് പോകത്തില്ലായിരുന്നു. ഞാൻ അടുത്തിരിപ്പുണ്ടല്ലോ. ഇപ്പം പക്ഷേ ഇത് കാണുമ്പോൾ പെട്ടെന്ന് പോകും കേട്ടോ പിടിക്കാൻ. പിന്നെ കുറച്ച് നേരം കാർത്തിയുടെ കൂടെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവനെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് മാറ്റും കേട്ടോ. അല്ലെങ്കിൽ ഈ വിളക്ക് കാണുമ്പോൾ പിടിക്കാൻ പോകുമായിരുന്നു. അപ്പം അച്ഛനാണെങ്കിൽ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. ഞങ്ങൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് അവൻ്റെ വീട്ടിലിടുന്നതൊന്നും ഒരുപാടൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ ഡ്രസ്സ്. അപ്പം അവന് ഡ്രസ്സാണെങ്കിൽ അതുകൊണ്ട് ക്ഷാമം ആയതുകൊണ്ട് അച്ഛൻ വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ അവിടെ എല്ലാം വെച്ചിട്ടാണ് വന്നത് കേട്ടോ. പെട്ടെന്നുള്ള യാത്രയാണ്, നമുക്കെല്ലാം ഒന്നും പാക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൈ കിട്ടിയതൊക്കെ എടുത്തുകൊണ്ടിങ്ങ് പോന്നു, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ആഹാ, എത്ര എണ്ണവാ! യോ പൊന്നിനെ ഏടായിട്ടേട് പച്ച മതി. ആ മഞ്ഞയാണ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടെ, അതാണ് ഇഷ്ടപ്പെട്ടെ. നോക്കുന്നവരൊന്ന് ഏതെടുക്കണമെന്നോ നേടാ വേണ്ടേ? മഞ്ഞയാ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കാർത്തിക്ക് ആ മഞ്ഞതനാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ കുഞ്ഞിനെ ഉറക്കാൻ കൊണ്ടുപോയി. അവന് അപ്പൂപ്പനെ ഉറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.